ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ FC മൊബൈലോട്ട് പിന്നെയും തിരിച്ചു നിൽക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ FC മൊബൈലിനകത്ത് നമുക്ക് പുതിയ കുറച്ച് പ്ലേയേഴ്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ചല്ല, രണ്ട് പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. സോ 2 പ്ലേയേഴ്സിനെ കിട്ടി. ആൻഡ് അതിനകത്ത് ഒരു പ്ലെയർ മാത്രമേ നമ്മളെ പ്ലേയിങ് ലെവലിൽ കൂട്ടിയിട്ടുള്ളൂ. ആൻഡ് സോ ഗൈസ്, പിന്നെ നമ്മളുടെ ലൈവ് നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്നിടണം, അതായത് നാളെ ഇട്ടാൽ ഗൈസ്, നാളെ തന്നെ, അതായത് നാളെന്ന് വെച്ചാൽ ശനിയാഴ്ച, അതായത് ഈ വീഡിയോ വരുന്ന അന്ന് മിക്കവാറും നമ്മൾ ലൈവ് ഇടും. ഓക്കെ, സോ ഗൈസ്, അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം. സോ ഗൈസ്, അപ്പം നിങ്ങളാരും ചാനൽ ലൈക്ക് ചെയ്യാതോ വീഡിയോ ലൈക്ക് ചെയ്യാതോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതിന് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി കൊടുത്തേക്കാം. സോ ഗൈസ്, അപ്പം നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇനി വരുന്നേ ഉള്ളൂ. കാരണം എനിക്ക് ഇച്ചിരി താമസം ഉണ്ടായിരുന്നത്, നമ്മുടെ ലൈവ് ഇട്ടതിന് ശേഷം നമുക്ക് ഇടാം. സോ ലൈവിനകത്ത് നമുക്ക് റോബ്ലോക്സ് കളിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആൻഡ് റോബ്ലോക്സ് കളിക്കാം. ആൻഡ് ഇത് ഇച്ചിരി പാടാണ് കേട്ടോ. സോ ഇതാണ് നമ്മൾ മറ്റേ ഫ്രണ്ട്. സോ ഫ്രണ്ട് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമ്മളുടെ 4000 ജെംസ് ഉണ്ട്. സോ 4000 ജെംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്താണ് നമ്മൾ പോകുന്നതെന്ന്. സോ നമുക്ക് 3000-ന് 2500-നും ഉണ്ട്. സോ ഈ ഒരു പ്ലെയറിനെ കിട്ടും. അതായത് ഇത് നമുക്ക് ആവശ്യമുണ്ടോ, ഇത് വേണോ, അതോ 4000 നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ 3000-ന് എടുക്കേണ്ടി വരും. അക്കത്തിക്ക് താനെ വരുമ്പോൾ കയ്യെ കുത്തി തരുമ്പോഴത്തേക്ക് ഈ പോലും കയറാവുന്ന നമുക്ക് പഞ്ചാറൊക്കെ ഞാനുണ്ട് ചെയ്ത് നമുക്ക് മോരിഞ്ഞാക്കോല് ഇത് മതി. ഓക്കെ ഗൈസ്, നമ്മൾ പഴയ ട്രിക്കൊക്കെ നമ്മൾ എടുത്തു നോക്കിയതാണ്. ഓക്കെ, 105 മുതൽ കിട്ടും ഗൈസ്, അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്നു. ഇതല്ല, ഇത് ചുമ്മാ ഓക്കെ. ഓളാം മോനെ, ഇതാ ഇംഗ്ലണ്ട് സെൻട്രൽ ബാക്ക്. 106-ന്റെ ഒരു CB-നെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് പ്ലേയിങ് ലെവലിൽ നിർത്താൻ പറ്റുമോ എന്ന് നോക്കാം. പ്ലേയിങ് ലെവലിനകത്ത് ഇവനെ വേണമെങ്കിൽ മാറ്റും. പക്ഷെ ഇവൻ 25-ആണ് അതായത് റാങ്ക് അപ്പിന്റെ സംഭവം 25-ആണ് എനിക്ക് നിൽക്കുന്നത്. നമുക്കൊന്ന് സ്വാപ്പ് ചെയ്ത് നോക്കാം. 104, 106 നല്ല വ്യത്യാസമുണ്ട്. എല്ലാം കുറവാണ്. ബട്ട് OVR കുറയാണെങ്കിൽ നമ്മൾ തീരും കേട്ടോ. 7 OVR ആവും. അപ്പം നമുക്ക് ഇവനെ വെച്ചേക്കാം. നമുക്ക് എന്നിട്ടേ കാര്യം ചെയ്യാം, ട്രെയിൻ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളുടെ ആളെന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യാം. 24 ആവും കേട്ടോ. ടേസ് 97 ആയിട്ടുള്ളൂ. എന്നാൽ മറ്റേ അവനെന്ത് ചെയ്യും, അവനെ കാണുന്നില്ല. 108 LBയാ. നമ്മളുടെ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ, ഞാനിപ്പോഴാണ് പറയുന്നത്. അതല്ലേ. ഞാനെല്ലാം കൂടി കൊണ്ട് കൂട്ടി കളിക്കുന്നു. നമുക്ക് മറ്റേനെ തന്നെ ഇട്ടാലോ ഒന്ന്. ഫിസിക്കലിന് മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇട്ടാൽ മതി, അപ്പോഴേ OVR ആവത്തുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. നമുക്കിതാ ഇതിന് ട്രെയിൻ ട്രാൻസ്ഫർ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാക്കാം. ഇവന് ട്രെയിൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ട്രെയിൻ ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യാൻ തോന്നുന്നു. ബുക്കി ഇവനെ പുതിയതായിട്ട് കിട്ടി. സോ ഇപ്പം അത്രേ ഉള്ളൂ കേസ്. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് നമുക്ക് അവൻ്റെ കൂടെ ഒന്ന് കളിച്ചു നോക്കിയായിരുന്നു. അല്ല, നമ്മൾ കളിച്ചാണ് അക്സെപ്റ്റ് ചെയ്യാം നമുക്ക്. സോ നമുക്ക്
നമുക്ക് നമ്മളിതാ കളിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇതങ്ങനെ തൊട്ടാണ്. ഓക്കെ, റിയൽ മാഡ്രിഡ് 11-12. എനിക്ക് ഓർമ്മയുണ്ടോ? ലിവർപൂളൊക്കെ കയറുമായിരിക്കും കേട്ടോ. ബാഴ്സലോണ ഞാൻ നോക്കിയില്ല. ബാഴ്സലോണ വർസസ് നമുക്ക് ഒരു ഫൈനലൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഗൈസ്, അപ്പം നിങ്ങൾ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. ഓക്കെ, സോ ആരെങ്കിലും 5 സ്റ്റാർ എന്നുള്ളതാണ്. നമ്മളെ ചുമ്മാ തീയാണ് കേട്ടോ. നമുക്ക് ഇതിനെ 104 ഉള്ളൂ. നമ്മളുടെ ST 105 തോന്നുന്നു. നമ്മളുടെ ലാഗ് അടിക്കും, അതാണ് സീൻ. ലാഗ് അടിക്കല്ലേ എന്നാണ് ഈ പ്രാർത്ഥിക്കുന്നത്. വാ, എംബാപ്പെ, ഇവിടെ ഫൗള്. ആ ഫൗൾ ഇല്ലാതെ സുഖമായിട്ട് ഇപ്പം ഗോൾ കയറിയാണ്. ഗോളുടെ എൻ്റെ ഇത് കോർ അതിൻ്റെ ഇപ്പോഴത്തെ എനിക്ക് അങ്ങനെ ആരും അറിയത്തില്ല. വാ, എംബാപ്പെ നമ്മളുടെ സംഭവം ഇവിടെയാണ് ഇരിക്കേണ്ടത്. ഓക്കെ, അവിടെ എംബാപ്പെ, എടാ ഇത് ലാഗാടാ, നല്ല ലാഗ്. ഇത് കാരണം നമുക്ക് നിർത്തേണ്ടി വരും. ആട്ടേക്കുന്നതിലൊക്കെ ഓടുന്നതുകൊണ്ടാണ് ഈ പണി. ഓക്കെ, വിനീഷ് അത് ഗോളായിരുന്നത്. കുഴപ്പമില്ല. അത് ചെയ്യട്ടോ ഇംഗ്ലീഷ്. എടാ ഇതെനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നില്ല. എടാ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പുഷിങ് ഉണ്ട് കേട്ടോ. എടാ ഫൗള്, എടാ മോനെ ഇവിടെ വെച്ചൊരു ഫൗളടാ. ഓ, പോയി അത് അയ്യത്തോട്ട് പോകുന്നത്. ഓഫ്, ഞാനത് ഇച്ചിരി കൂടുതലായിട്ടൊരു ഇതിന് പുഷ് ചെയ്തിട്ടാണ് പ്രശ്നത്തിൽ. ബാക്കിൽ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫൗളാ. നമുക്ക് ഈ ഒരു കളിയോടെ ഒന്ന് അവസാനിപ്പിക്കുന്നു. മോനെ അത് എംബാപ്പെ രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടോ. ഗൈസ്, നമുക്കിത് ഫസ്റ്റിലേക്ക് വെച്ച് നിർത്താം. കാരണം ഇത് അത്യം പറഞ്ഞാൽ കിടന്നങ്ങ് എന്താ പറയുന്നത്, ഒരുമാതിരി ഇതായി പോവാണ്. ബെലിങ്ങം മോനെ ബെലിങ്ങം. സൗടാ, എടാ ഞാൻ ഉദ്ദേശിച്ച ഷൂട്ടാ. ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. എംബാപ്പെ ചെന്ന് വീഴണം. ഓക്കെ, ബെല്ലിംഗാം. ഓടാ മോനെയോ ബെല്ലിംഗാം 104 25 അവനൊക്കെ ട്രെയിനിലാണ് നല്ല കൂടുതലാണ്. ചിലപ്പോൾ ട്രെയിനിങ് ഡേ ആയിരിക്കും ഇത്ര ആക്കിയത് ചിലപ്പോൾ. ബെല്ലിംഗാം ഡിഫൻസ് നല്ല കേട്ടോ. ഓക്കെ, നമുക്ക് 3-0 ഹാഫ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാര്യം ചെയ്താൽ നമുക്ക് നേരെ കൊണ്ട് ഗോൾ അടിച്ചാലോ. നമുക്ക് ഇവൻ വേണം. ഇവൻ ഓടാ, പണി കിട്ടി. ഫൗൾ കിട്ടും. എങ്ങോട്ടാ മോനെ? അവ വൈകിട്ട് അയ്യത്തോട്ടൊക്കെ അടിച്ചു കളയുന്നു. പ്ലെയറിനെ പോയിന്റ് ചെയ്ത് അടിക്കാതില്ല റൊണാൾഡോ. അതൊരു വീഴ്ചയായി. ഒരു ഫൗൾ ഒന്നും കൂടി അവിടെ ചുറ്റിരുന്ന് കുതിരായിരുന്നു. എടാ എന്തുവാടാ ഇത് ലാഗാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ മിക്കവാറും ഈ സമയം നിർത്തും കേട്ടോ. നമുക്ക് കിട്ടിയ ഇത്രയും വെച്ച് നമുക്ക്, അല്ലെങ്കിൽ ഞാൻ എങ്ങാനും അതായത്
ഇത് ഇച്ചിരി ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഇതാ ഭയങ്കര ലാഗാണിത്. ഹാട്രിക് അടിച്ചു എംബാപ്പെ ആയിരുന്നു നമ്മൾ എത്ര ഗോളാവന്മാരടിച്ച് 22-23 ഗോൾ അടിച്ച്. അന്നടിച്ചാൽ ഇന്ന് അടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അന്നടിച്ച പോലെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചത്തു. അല്ല നമ്മൾ ശരിയപ്പോഴേ നമ്മൾ പാസ് ചെയ്ത് കളിക്കുക. ആ പാസിങ്ങിന് നമുക്ക് ആ പവർ ഇടത്തുള്ളൂ. ഉണ്ടോ നമ്മളെല്ലാവരും കൊണ്ട് എംബാപ്പെ ഹാട്രിക് അടിച്ച്, ബെല്ലിംഗാം 2 എണ്ണം അടിച്ച്. ബെല്ലിംഗാം 2 എണ്ണം അടിച്ച്. ഇപ്പോൾ 4 എണ്ണം അടിച്ചു എംബാപ്പെ 4, ബെല്ലിംഗാം 2. അത് 1 എനിക്ക് ഓർമ്മയില്ല. വേറെ തന്നെ അല്ല ഇതിന് ഇറക്കണ്ടായിരുന്നു. എങ്ങോട്ടാ? ബെല്ലിംഗാൻ്റെ കിട്ടിയാൽ മതി. ഇനി നമുക്ക് സീനില്ല. ബെല്ലിംഗാം ഇപ്പോൾ എത്ര അടിച്ച്? ബെല്ലിംഗാം 2-3 തോന്നുന്നു. 2 അടിച്ചെന്ന് തോന്നാ. ഞാൻ മറന്നുപോയി. ഇപ്പം ഇത് തീർന്നിട്ട് നമ്മളിപ്പം ഫിനിഷ് ബിനീഷിൻ്റെ ഒരു ഗോൾ വേണമായിരുന്നു. ലെഫ്റ്റ് വിങ് ആണോ ബിനീഷ്? ബിനീഷ് ലെഫ്റ്റ് വിങ് ആണെന്നില്ല. ഓക്കെ റൈറ്റ് വിങ് ഓക്കെ ഇപ്പം കഴിഞ്ഞ് കുറച്ചും കൂടി കഴിയും. തീർന്നു തീർന്നടാ. ഇനി നമുക്കേ നിങ്ങൾ കണ്ടായിരുന്നെന്ന് എനിക്ക് ഓർമ്മ ഇല്ലല്ലോ. നിങ്ങൾ കണ്ടു കാണത്തില്ല. കാരണം ഞാൻ കാണിച്ചു തരാം. എന്താ നമ്മളുടെ വേൾഡ് ക്ലാസ് എത്ര എത്തി? എത്രയായിരുന്നു? ബാഴ്സലോണ ഉണ്ടായിരുന്നടാ. ബാഴ്സലോണ വരുമെന്ന് നോക്കാം. ബാഴ്സലോണ വരും നോക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്കത് ചെയ്യാം. കാരണം ബ്ലാക്ക് ആണ് നമ്മൾ. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ എടുക്കും. നമുക്ക് ഇപ്പം ഡിവിഷണൽ റൈൽസിനകത്ത് ഇത്ര എത്തിച്ചിട്ട് ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഗ്രൈൻഡ് ചെയ്തതാണ്. ടോപ്പ് 7 എത്തിയതാണ് നമ്മൾ. പിന്നെ 3000 രൂപ കിട്ടിയടാ. നമുക്ക് അതൊന്നും എടുത്ത് പൊട്ടിക്കാം. അത് പിന്നെ നോക്കാം. കുറച്ചും കൂടി മതി നമുക്ക് ഒരു 2-3 നമുക്ക് പ്രൊട്ടക്ഷൻ അല്ല സ്റ്റാർ ഷീൽഡും കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ നമ്മൾ ഹോം മാച്ച് ഇതുവരെ തോറ്റിട്ടില്ല കേട്ടോ. അത് ഭയങ്കര അത് എത്ര വലിയ ഓതിയാറുള്ള ആളാണ് നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട്. 111 ഒരാളെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെന്ന് തോന്നുന്നു. 107 ഓതിയാറ് ചിലപ്പം ഇവനെ കൊണ്ട് ഗോളൊക്കെ അടിപ്പിച്ചിട്ടുണ്ട്. ഡിബാല ഓടാ അവൻ സ്കോർ ചെയ്തു. നമ്മളെ സ്കോർ ചെയ്യുന്നു കൊണ്ട് പൊട്ട. നമ്മൾ തീർന്നടാ. നമ്മുടെ റിയൽ എസ്റ്റി ഇല്ല നമുക്ക്. നമ്മളെ റിയൽ ആയിട്ടുള്ള നമുക്കൊരു എസ്റ്റി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് കേട്ടാൽ തന്നെ നമ്മൾ എതിർ ടീമൊക്കെ വിറയ്ക്കും. അങ്ങൊരു എസ്റ്റി ഉണ്ടായിരുന്നു നമുക്ക്. മോനെ അവൻ രോമാഞ്ചം കേട്ടോ. ഇവനെ പോലൊന്നുമില്ല. ഇത് എന്തുവാടാ ഇത്? ഇവൻ കാരണം ആദ്യത്തെ മാച്ച് നമ്മൾ തോക്കും. പക്ഷെ നമുക്ക് വേറെ എസ്റ്റി ഉണ്ട്. നമ്മൾ അവനെ കൊണ്ടടിക്കും. നമ്മളെ ക്യാപ്റ്റനെ കൊണ്ടടിപ്പിക്കും. നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലേ. ഓടാ എത്ര ഇവൻ എന്തുവാടാ കാണിക്കുന്നേ? ഇത് സീനാവും. പക്ഷെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ നമുക്ക് തയ്യാറല്ല. നമ്മൾ കംബാക്കിന് വരുന്ന കംബാക്ക് അടിക്കും. തീർന്നടാ. തീർന്നു
തീർന്ന് ചത്താച്ചടാ. 5-5 ഡ്രോ അടിച്ചിട്ട്. ഞാനത് പറഞ്ഞില്ല, ഇതുവരെ നമ്മൾ തോറ്റിട്ടില്ലെന്ന് വെച്ചാൽ ഇതുവരെ തോക്കത്തില്ല. നമുക്ക് കെയിനെ തിരിച്ചുകൊണ്ടെന്ന് വെച്ചു. ഇവൻ ഒരുമാതിരി ഡ്രോ ആണോടാ. ഇപ്പൊ ഒരുമാതിരി എന്താണ് കേശവൻ, ഇപ്പം ചുമ്മാ. പക്ഷെ ഇവനൊരുമാതിരി എന്തോ പറയുന്ന, അപ്പൊന്നും പറയുന്നില്ല. ഒരുമാതിരി ഒരു മൊണ്ണക്കളിയായ. ഈ കൊച്ചുകാരൊക്കെ എടുത്തേ ട്രെയിൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. രക്ഷപ്പെട്ട്. നിന്നെ സാപ്പ് അടിച്ച് വിടാൻ പോകും, നിന്നെ വീട്ടിൽ വിടാൻ പോകും. മോൻ വീട്ടിൽ പോയിരി. ഇവനെക്കാട്ടി കുറച്ച് കുറവുള്ളൂ, അതിപ്പോ സെറ്റാക്കി തരാം. നമ്മടെ കെയിൻ ഇറങ്ങി എന്തുവാ മോനെ, കേറങ്ങി ഇതിനെക്കാട്ടില്ല. നമുക്ക് കാര്യം ചെയ്യാം, ട്രെയിൻ ട്രാൻസ്ഫർ അടിച്ചു. ട്രെയിൻ ട്രാൻസ്ഫർ ഇനി വയ്ക്കോ, ഇനി എനിക്ക് ആവശ്യമില്ല മോനെ. നമ്മൾ ട്രെയിനൊരു 4 കൂടാ. അവനെല്ലാം കൂടി ഇപ്പം നമ്മൾ ടീമായത്. ഓക്കെ, ഞാൻ ഡിബാലയ്ക്ക് എന്തൊക്കെയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മറന്നു. ഇനി നമ്മളുടെ കൂടെ ഹോം മാച്ച് കളിക്കുന്നവരെ നോക്കാം. ഇനിയാണ് കിട്ടില്ല നമ്മളെ നമ്മളാ കോമ്പിനേഷൻ ലൂക്ക്മാനും കെയിനും കൂടിയാണ് മോനെ. അത് തീയാ. നമ്മൾ ഹോം മാച്ച് വന്നതാണ് ഞാൻ നോക്കിയത്. നമ്മളതിന്റെ ലോഗോ മാറ്റി. നമ്മൾ നേരത്തെ ഇട്ട ലിവർപൂളിന്റെ ലോഗോ അല്ലായിരുന്നു, നമ്മൾ ലിവർപൂളിന്റെ ലോഗോ ഇട്ടായിരുന്നു തോന്നുന്നു. അത് ഞാൻ നല്ലതായിട്ടാണ് ഓർമ്മയില്ല. അപ്പം അതിട്ടായിരുന്നു ഞാൻ മാറ്റി ഒരുമാതിരി വളുത്തൊരു സാധനം. ഇബ്രാഹിമോവിക്ക് തീർന്ന് എന്റെ മുന്നേ. നമുക്ക് കെയിനുണ്ടോ, അത് മതി. ഓഫ് സൈഡ് വിളിച്ചോ അപ്പഴേ. കെയിനുണ്ടോ, അത് മതി. അവന്റെ കെയിൻ എടാ, ഞാൻ പറഞ്ഞില്ലേ ഇബ്രാഹിമോവിക്ക് ഉണ്ടെങ്കിൽ തീർന്നു നമ്മള്. കെയിന് കൊണ്ടൊരു കളി പറ്റാ നാണക്കേടാണ് മോനെ. സൂപ്പർ. അടിച്ചോ. ഇനി നമ്മൾ കളി തുടങ്ങും. ഇനി നമ്മൾ സീരിയസ് കളിയാണേ. ആണ്. ഡിബാലയുടെ ഏറ്റവും ഫിനിഷിംഗ് ആയിട്ടുള്ള സാധനം അത് വെച്ച് നമ്മൾ പിടിച്ച് കയറൂടാ. ഇറുക്കി അടിച്ചോ മോനെ, തീർത്ത. ഇനി കയറി എണ്ണ അത് നീയൊക്കെ. ഇനി റിക്കിരിമും എടാ അതുകൊണ്ട് കളഞ്ഞടാ. പക്ഷെ നമ്മുടെ ടീമിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്രോസ് കൂട്ടേഴ്സ് ഉൾപ്പെടെ അതൊക്കെ മോനെ, അതൊക്കെ സേവ് ചെയ്തുകൊണ്ട്. എടേ എന്തുവാടാ, എവിടെ നിന്നായാലും നമ്മൾ കയറും. എവിടെ നിന്നായാലും നമ്മൾ ഗോൾ അടിച്ച് കയറ്റില്ല. തീർന്നട. നമ്മൾ തോറ്റ ആദ്യത്തെ ഹോം മാച്ച് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ഹോം മാച്ച് അതായത് നമ്മള് കെയിനെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ തോറ്റു. പക്ഷെ അതിനൊരു റിവെഞ്ച് നമ്മൾ അടിച്ചിരിക്കും. റിവെഞ്ച് നമ്മൾ എടുക്കും. ഇനി നമ്മൾ ഏത് മാച്ച് പോയാലും നമ്മൾ ജയിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു ഹോം മാച്ച് വെച്ച് കഴിഞ്ഞാൽ ഹോം മാച്ച് അല്ല നമ്മൾ പൊട്ടിക്കോളാം. ഇന്ന് വാരി എറിച്ച് നമ്മൾ പൊട്ടിക്കോളാം, ഉറപ്പാണ്. നമ്മളിനി തീയാവുക. വേറൊരു സാധനം നിങ്ങൾക്ക് ഞാൻ റൊണാൾഡോയുടെ കൂടെ നമുക്ക് റൊണാൾഡോയെ കിട്ടിയായിരുന്നു കേട്ടോ. അല്ല റൊണാൾഡോ തോറ്റത് നമ്മളവിടെ കിടക്കുന്ന അവനവിടെ കിടക്കുന്ന ആലോചിച്ചിട്ട് വേണം നമ്മളിത് പറയേണ്ടത്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി. ഇവിടെ ഞാൻ പാസ് കൊടുക്കാനായിട്ട് ഗ്രേറ്റ് ചാൻസ് കിട്ടിയത് അത് കിട്ടിയാൽ മതി. അത് വെച്ച് നമ്മളങ്ങ് കയറിക്കോളും.
എനിക്ക് കെയിനുണ്ട്. നമുക്ക് കെയിനുണ്ടോ? അത് മതി. ഓ എടാ കെയിൻ എന്താടാ ഫ്രണ്ടിലോട്ട് ഇറങ്ങാത്തേ? കെയിൻ എന്ത് ഫ്രണ്ടിലോട്ട് ഇറങ്ങാത്തേ? കെയിനിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തീർന്നു. ഈ കളി നമ്മൾ തോക്കാൻ ചാൻസ് ഉണ്ട്. എങ്ങോട്ടാ മോനെ ഈ ക്രോസ് ഇടുന്നേ? എടോ 3-6. നമ്മള് പണ്ട് കളിച്ച ഇല്ലടാ, ഈ കളി നമ്മള് തോറ്റു. ഏറ്റവും ലോങ്ങസ്റ്റ് ആയത് ഉറപ്പ്. ആഹാ, നമ്മള് കംബാക്ക് അടിക്കുക. നമ്മള് മാക്സിമം കംബാക്ക് അടിക്കാൻ നോക്കുക. എടി എങ്ങോട്ടാണ് ഈ ക്രോസ് ഒക്കെ ഇടുന്നേ? വേറെ ആരെങ്കിലും വയലറ്റ് എടുത്തിടും. കെയിൻ വിട്ട് ഇല്ലടാ 10. എടാ നമ്മള് പണ്ട് പിള്ളേരെ അടിക്കുന്ന ഇമാര് 11. ആദ്യമായിട്ടാ നമ്മുടെ എതിരെ ഒരാൾ 11 അടിക്കുന്നത്. ഫസ്റ്റത്തെ കാര്യം 12. നമ്മുടെ തോൽവിയുടെ ഒരു ഞാൻ സത്യം പറഞ്ഞ ലെജൻഡറി അടിച്ചിട്ട് നിങ്ങളെ എടാ കണ്ടിന്യൂസ് ആയിട്ട് 2 തോൽവി. എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമയം കിട്ടുമെന്ന് ഇവരെല്ലാം കൂടി കാണിക്കാൻ. സോ നാളെ മിക്കവാറും ലോങ് ആവും വീഡിയോ. കാരണം ഇപ്പം ലെജൻഡറി കിടക്കുന്നവനുമായിട്ട് നമ്മളെടുത്ത എവേ മാച്ചുകൾ ഭയങ്കര പാടാടാ. നമുക്കങ്ങനെ 102 ഉള്ളു. എടാ ഇവർക്ക് ഇബ്രാഹിമോവിക്കിനെ കിട്ടിയത് എങ്ങനെയാടാ? നമുക്ക് ഇബ്രാഹിമോവിക്കിനെ കാണാമായിരുന്നു. എന്താ ചെയ്യാൻ? സൽത്തൻ അവന്മാര് സൽത്തന കോർണർ ഒരു ഗോൾ അടിച്ച മോനെ. നിന്നെ കൊണ്ട് കുറെ ഗോൾ അടിച്ചിട്ട് നാളായി. ഇന്ന് നമ്മള് പറക്കും. എവിടെ എടുത്തോ. നമ്മൾ ലെഫ്റ്റ് ഫുട്ടാണ് അടിക്കുന്നത്. എടുത്തോ. ഇന്ന് അവനെ കൊണ്ട് മാത്രമേ നമ്മൾ ഗോൾ അടിക്കുള്ളൂ. അല്ല, അങ്ങനല്ല, കിട്ടുന്ന ചാൻസ് മൊത്തം അവനോട് കൊടുക്കും. ആരൊക്കെ ഗോൾ അടിച്ചാലും നമ്മളിവിടെ പറത്തി ഗോൾ അടിക്കും. നമ്മള് സത്യം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. കേരട്ടെ നമ്മള് ഈ കളി അവിടെ ഓടി വരുന്ന കെയിൻ ഇവിടെ അവൻ എന്തോ ചെയ്യാനാടാ? ഇവിടെ അവിടെ നിൽക്കുന്ന കെയിൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. അവൻ എന്തോന്നും പറഞ്ഞു എടുക്കാനാ അവിടെ? ലുക്മാൻ ഈ മെയിനിൽ നിന്ന് മാറ്റി പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് ശരിയാവത്തില്ല. 11 അടിക്കാൻ പാടായിരിക്കും. പക്ഷെ നമ്മള് പറ്റുന്നത്ര നമുക്ക് കൺട്രോൾ ചെയ്യും. ഞാൻ താഴോട്ടാക്കി, പക്ഷെ അങ്ങനെ ആയി പോയതാ. പോട്ടെ കേറൊന്ന് അടിമാനെ. പോട്ടെ കേരട്ടെ. 10 അടിക്കും നമ്മളെന്തായാലും. നമ്മളൊരു റിവെഞ്ചിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത്രേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് 11-1. അവൻ 12-6 തോപ്പിച്ചാൽ നമ്മൾ 11-1 തോപ്പിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് ലെജൻഡറി അടിച്ചു. സെക്കൻഡ് ടൈമാണ്, ബട്ട് നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ലെജൻഡറി 102-111 പ്ലെയർ. അന്തസ്. ഇതുപോ എന്ത് കഷ്ടോടാ ശിവന്മാര്. 27 അടിച്ചോടാ. 27 അടിച്ചു നമ്മൾ. 200 ജമ്മും കിട്ടി. സെറ്റ്. ലെജൻഡറി കഴിഞ്ഞ് പോകുന്നതിന് ഡൗട്ടുണ്ട്. കാരണം അതുകൊണ്ടല്ലേ നമുക്ക് ഇനി ഇനി എപ്പോഴായാലും സമയം കിട്ടുന്നത് ഞാൻ പറയാം. ഇനി ഇതിടാൻ
എപ്പോഴെങ്കിലും ആയിരിക്കും നമുക്ക് സമയം കിട്ടുന്നത്. അതായത് ഇനി നമുക്ക് ഇത് ചിലപ്പോൾ ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞേ വരത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അല്ലായിരിക്കും വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ വേറെ എന്തോ ഒരു സാധനം റാങ്ക് റിവാർഡ്സ് അതെടുക്കാൻ ഞാൻ വന്നു. ഒരു കാര്യമുണ്ട്, റാങ്ക് റിവാർഡ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. വീക്കിലി അല്ല, റാങ്കഡാ. നമ്മൾ ടോപ്പ് 20 ഫിനിഷ് ആണെങ്കിൽ ഇത്രയും കിട്ടും. ഓരോ നമ്മളിവിടെ നമുക്കെല്ലാം കിട്ടി. ഓക്കെ, കുഴപ്പമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് ഡെയിലി ചാലഞ്ചസ് ഉണ്ടാകും. നമുക്ക് അത് അടുത്ത എപ്പിസോഡ് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പം തന്നെ 25 മിനിറ്റോളം കഴിഞ്ഞു, 26ഓളം ആയി. അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതും കൂടി വെച്ചാൽ നിർത്താം. ഓക്കെ, 300 കണ്ടത് നമ്മൾ എടുത്തത് 300 എടുത്ത്. അത് തീർന്നടാ. ബെസ്റ്റ് സെല്ലറിനകത്ത് നോക്കാം. എനിക്ക് ചെൽസിയുടെ കിട്ടും. ചെൽസിയാണോ ജയിച്ചത്? ടോപ്പ് ഇവൻസിൽ പോയി കഴിഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ലേ? നമുക്ക് ചാമ്പ്യൻ ടാക്ക് എടുത്തല്ലോ. ചാമ്പ്യൻ ഇവന്മാരാണ് കേട്ടോ. ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചല്ല, ചാമ്പ്യൻസ് ട്രോഫി അല്ലല്ലോ. എൻ്റെ പേരെന്തുവാ? അത് പോട്ടെ. FC പോയിന്റ്സ് നമുക്കൊരു കാര്യം, ഫീച്ചേഴ്സിനകത്ത് 2500 ഒരു 103 സാധനം കിടക്കുള്ളൂ. അതെങ്കിൽ അത് പോട്ടെ. കിട്ടിയാൽ മതിയല്ല. 115 ഒരു പ്ലെയറിനെ കിട്ടണല്ലേ. ആഗ്രഹമൊക്കെ നല്ലതാണ്, പക്ഷെ കിട്ടത്തില്ല. അതുകൊണ്ട് പറയും. ആൻഡ് അഗെയിൻ ഗൈസ്, ഇത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് 115 104. നമ്മൾ വലിയ കാര്യത്തിൽ ഏതൊക്കെ പറഞ്ഞ അതായിരിക്കും, പക്ഷെ ഒരു കുന്തമില്ല. അതുകൊണ്ട് വരി. ഓക്കെ, സോ ഗൈസ്, ഇനി നമുക്ക് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്തായാലും. ഓക്കെ, സോ ഗൈസ്, അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ദെൻ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, നമ്മൾ റോഡ് ടു 100K റോഡ് ടു 100 ആണ്, K ഇല്ല 100 ആണ്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ ഗൈസ്, ബൈ ബൈ.